പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ രാഹുൽ ഈശ്വറാണ്. അണ്ണാ വണക്കം. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇപ്പോൾ സന്ധിച്ചിരിക്കുന്നത് അണ്ണാ, നമ്മൾ പ്രിയദർശിനി സൗജന്യ യാത്രയെക്കുറിച്ച് സംസാരിക്കാനാണ്. താങ്കൾ അതിന് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകൾക്ക് വളരെ സേവനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പദ്ധതി. അത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് വരികയാണ്. വേറെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇതുണ്ട്, ഫ്രീ ബീസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. അതിനെയൊക്കെ ഞാൻ ബേസിക്കലി എതിർപ്പാണെങ്കിലും സ്ത്രീകൾക്ക് ഇപ്പോ നമ്മുടെ കേരളത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ ഒരു പദ്ധതി, അത് സുരേഷ് ഗോപി സാർ അടക്കം വലിയ രീതിയിൽ പ്രകീർത്തിച്ച ഒരു പദ്ധതിയാണ്. ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇതുപോലുള്ള ധാരാളം പദ്ധതികൾ നമുക്ക് കാണാനും സാധിക്കും. അപ്പൊ താങ്കൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് ഒരു നല്ല കാലം വരുമ്പോഴോ, ഒരു സംഭവം, ഒരു പദ്ധതികൾ വരുമ്പോഴോ അതിനെങ്ങനെ കണ്ണുമടച്ചുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് ആരും കേട്ടുപോയി കഴിഞ്ഞാൽ അയ്യേ ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്ന രീതിയിൽ എതിർക്കുന്നത് എന്തുകൊണ്ട്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യം തന്നെ ധനുഷി, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഇതൊരു ലേയേർഡ് സ്വീകരണമാണ്, യഥാർത്ഥത്തിൽ ഒരു ലേയേർഡ് എതിർപ്പാണ്. ഉദാഹരണം, 60 വയസ്സ് കഴിഞ്ഞുള്ള പുരുഷന്മാർക്കും കൂടി വേണം എന്നൊരാവശ്യമാണ് മുമ്പോട്ട് വെക്കുന്നത്. അതായത് ഇത് 2-3 രീതിയിൽ ഇതിനെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യാം. ഇതിന്റെ എക്കണോമിക്സ് നോക്കി, അതായത് ഒരു വർഷം ഏകദേശം 800 കോടി രൂപയെങ്കിലും, 700 to 900 എന്ന് പറയുന്നു, ഒരു മീഡിയൻ അടുത്താണ് 800 crores എന്ന് പറഞ്ഞത്, 800 കോടി രൂപയോളം ഈ പദ്ധതിക്ക് ചെലവാകും. അത് എക്കണോമിക് വയബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് കൗണ്ടറായി ഇവർ പറയുന്നത് ടാലിൻ, ഞാൻ സ്ഥിരം പോകാറുള്ള യൂറോപ്പിലെ എസ്റ്റോണിയയിലെ ടാലിൻ അടക്കമുള്ള നഗരങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അവിടെ യാത്രക്കാർ കൂടി, അഡ്വർടൈസ്മെന്റ് കൂടി, അത് അവരുടെ ലോക്കൽ എക്കോണമിയിലൊക്കെ വന്നു എന്നാണ്. അതെങ്ങനെയാണ് ഇംപ്ലിമെന്റേഷനിലെയാണ് ആ ഗെയിം വരുന്നത്, നമുക്കത് നോക്കാം. പക്ഷെ ഇവിടെ പ്രശ്നം, പുരുഷന്മാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സൗജന്യമോ സപ്പോർട്ടോ വേണ്ടേ? എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല, കാര്യം നമ്മൾക്ക് അതിന്റെ കാശില്ല, കേരളത്തിൽ അത് കാശില്ല. അപ്പൊ 800 കോടിയുടെ കൂടെ ഒരു 10% കൂടെ എടുത്തിരുന്നെങ്കിൽ, അതായത് ഒരു 80% കൂടെ മുടക്കിയിരുന്നെങ്കിൽ 60 വയസ്സിന് മേലിലുള്ളവർക്ക് ആ ഫ്രീ യാത്ര കിട്ടുമല്ലോ. അവരുടെ എല്ലാം ആധാരവും മറ്റെന്തെങ്കിലും ഉണ്ട് ഏജ് തെളിയിക്കാൻ, അത് ഈസിയായി കൊടുത്താൽ പോരായിരുന്നു. അപ്പോൾ ആണുങ്ങളെ പരിഗണിക്കുന്നില്ല. കാര്യം ആണുങ്ങളെ പരിഗണിച്ചാൽ കൈയടിക്കാൻ ഒരു സമൂഹവുമില്ല, മാധ്യമങ്ങളില്ല, രാഷ്ട്രീയക്കാരില്ല. എല്ലാം സ്ത്രീകൾക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ് ഈ കൈയടി കാര്യങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ലേയേർഡ് ആയിട്ടുള്ള സ്വീകരണമാണ് നമ്മുടെ സഹോദരി. സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ട്രോഡൻ ആയിട്ട് ചരിത്രാതീത കാലം മുതൽ നിൽക്കുന്നത് സ്ത്രീകളല്ലേ സാർ? എത്ര കാലം മുതൽ സ്ത്രീകൾ ഈ സൊസൈറ്റിയിൽ ഡൗൺ ട്രോഡൻ ആയിട്ട് നിൽക്കുന്നുണ്ട്? അല്ല, ഞാൻ താങ്കളോട് കുറച്ച് ഡാറ്റാസ് വെച്ച് സംസാരിക്കണമെന്ന് എനിക്കുണ്ട്, എന്റെ കയ്യിൽ ഡാറ്റാസും ഉണ്ട്. പക്ഷെ നമ്മുടെ ചരിത്രാതീത കാലം മുതൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലായിരുന്നാലും ശരി, നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഒരു ദുരിതം, ആ ഒരു ദുഃഖം ഇന്നും അത് ഇന്നും അത് നമുക്ക് വിസിബിൾ ആണ് പല സ്ഥലങ്ങളിലും. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പോ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, സ്ത്രീകൾക്ക് ബസ്സിൽ സീറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് പുരുഷന്മാർക്കില്ല, സ്ത്രീകൾക്കുണ്ട് സീറ്റ്. സ്ത്രീകൾക്ക് ഈ സീറ്റ് കൊടുത്തിരിക്കുന്നത് താങ്കൾ വേണ്ട എന്ന് പറയുമോ? എന്തിനാണ് സ്ത്രീകൾക്ക് ഒരു സീറ്റ്? എല്ലാവരും ഈക്വൽ ആണല്ലോ, എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രം ഒരു സീറ്റ് നമുക്ക് വേണ്ട എന്ന് പറയാമല്ലോ? പക്ഷെ ഞാനൊരു ഓഫ് കോഴ്സ് ഞാൻ കാര്യം താങ്കളോട് പറയട്ടെ. അതായത് എനിക്ക് ഒരു കാര്യം താങ്കളോട് പറയാനുള്ളത്, ഈ സ്ത്രീകളുടെ സീറ്റ് ആ ബസ്സിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ സ്ത്രീകൾ ബസ്സിൽ സെക്ഷൽ അസോൾട്ട് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇനി ആ സീറ്റും കൂടെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും മോശം? പക്ഷെ എല്ലാ പുരുഷന്മാരും അത് ചെയ്യുന്നെന്നല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, താങ്കൾ സവാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ 100% സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, സവാദിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, 2ാം തവണ, കാര്യം സവാദിന്റെ കാര്യത്തിൽ നമുക്ക് ഡേറ്റയോ ഡീറ്റെയിൽസോ കിട്ടിയില്ല. അതുകൊണ്ടാണ് 1-2 ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു, ഞാൻ പോയില്ല. കാര്യം നമുക്കൊന്നും ആ കേസിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ FIRO കാര്യങ്ങളോ കിട്ടിയില്ല. 2ാം തവണ സവാദ് മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ ആദ്യ കേസിൽ സവാദിനെതിരെ ആരോപണം ഉന്നയിച്ച മസ്താനിയുടെ കൂടെ ഞാനൊരു ചർച്ചയ്ക്ക് ഇരുന്നു. അതിനുശേഷം മസ്താനിയുടെ നമ്പർ എടുത്ത് ഞാൻ മസ്താനിയെ വിളിച്ച് ക്ഷമ പറഞ്ഞത് സവാദിന്റെ ആദ്യ വിഷയം വന്നപ്പോൾ മസ്താനിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സവാദിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി 2, ഞാൻ കുറച്ച് ആത്മവിശ്വാസത്തോടെ, അഹങ്കാരമാകാതൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റുകളും ചരിത്രത്തിൽ ജയിച്ചിട്ടുണ്ട്. അത് ശ്രീ ദിലീപിന്റെ കാര്യമാണെങ്കിലും, ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യമാണെങ്കിലും, ചാണ്ടി സാറിന്റെ കാലത്ത് ഞാൻ അത്ര ഈ വിഷയത്തിൽ വോക്കൽ ആയിരുന്നില്ല. അത് നിവിൻ പോളിയുടെ കാര്യമാണെങ്കിലും, നമ്മുടെ ശ്രീ സിദ്ദിഖിന്റെ കാര്യമാണെങ്കിലും, ഹേമ കമ്മിറ്റിയുടെ കാര്യമാണെങ്കിലും, അതിന്റെ കാര്യം പ്രാക്ടിക്കലി ആർക്കും നോക്കി അറിയാൻ കഴിയുന്ന വിഷയങ്ങളാണ്. അവിടെയാണ് സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ചെയ്തതെന്നല്ല, പകരം 70 കഴിഞ്ഞ ഒരു വൃദ്ധനായ പുരുഷനും കൂടി കൊടുത്തൂടെ? അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലേ? 2 പേർക്കും പോസിബിലിറ്റി ഉണ്ട്. അത് നല്ല കാര്യമാണ്. ആ പോസിബിലിറ്റി ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ താങ്കൾ അത് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം ദിലീപിന്റെ കേസിൽ അത് വിജയിച്ചു. ദിലീപിന്റെ കേസിൽ ന്യായം, സത്യം ദിലീപിന്റെ കൂടെ ആയതുകൊണ്ടാണ് ദിലീപിന്റെ കേസ് വിജയിച്ചത്. സിദ്ദിഖിന്റെ കേസിൽ
അങ്ങനെ ആയിരിക്കാം. താങ്കൾ അനുകൂല പറയുന്ന വാദിക്കുന്ന പരാമർശങ്ങളോട് ഞാൻ കൂടി പറയട്ടെ, 1000 അല്ലെങ്കിൽ 1,00,000-ൽ ഒരു ദിലീപ് മാത്രമാണ് ന്യായം ദിലീപിന്റെ കൂടെ ഉണ്ടാവുന്നത്. ബാക്കി എത്രയോ ദിലീപുമാർ ശിക്ഷിക്കപ്പെടുന്നു, എത്രയോ ദിലീപുമാരെ കോടതി ശിക്ഷിക്കപ്പെടുന്നു. കൃത്യം ഡേറ്റ അങ്ങനെയല്ല. കൃത്യം ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം ഇതിനെക്കുറിച്ച്, അതായത് വ്യാജ പരാതികളെ കുറിച്ചുള്ള ലഭ്യമായ കോട്ടഡ് ഡേറ്റകളിൽ ഒന്ന് BBC കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്. ഇതിപ്പം BBC ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അതിൽ 53.2 അല്ലെങ്കിൽ 50% ഡൽഹിയിൽ ഒരു വർഷം വ്യാജ കേസുകൾ വന്നു എന്നൊരു സ്റ്റഡിയെ കോട്ട് ചെയ്ത് BBC കൊടുത്തിട്ടുണ്ട്. ഇനി പോട്ടെ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് വിശ്വസിക്കുന്നതാണല്ലോ നമ്മുടെ നിയമ സംവിധാനം. നമ്മൾ ചെറിയ പ്രായത്തിൽ തൊട്ട് സിനിമകളിലും ജഡ്ജിമാരും ഒക്കെ പറഞ്ഞു കേട്ടതാണ്. എത്രയോ നിരപരാധികളുണ്ട് ശിക്ഷിക്കപ്പെടും, എത്രയോ പേരുടെ ജീവിതം ഇല്ലാതാകും. ഞാൻ തിരിച്ചു പോയി, അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പരാജയമാണല്ലോ സാർ. അതിൽ സ്ത്രീ പുരുഷൻ എന്ത് ചെയ്യാനായിട്ട്? അല്ല, എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് അമിതമായി ബയസുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ ബയസ് നിന്നോട്ടെ, പക്ഷേ പുരുഷനും കൂടി അനുകൂലമായ ഒരു നിയമനിർമ്മാണം. ഉദാഹരണം, നാളെ രാഹുൽ ഈശ്വറിനെതിരെ ഒരു വ്യാജ പീഡന പരാതി ഒന്നും ഇരിക്കട്ടെ, ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്റെ പേരോ ഐഡന്റിറ്റിയോ വിടാതെ എന്നെ ആരോപിതൻ എന്ന് വിളിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നും കൂടെ പറയാം. അതായത് ശ്രീ സിദ്ദിഖിന്റെ കാര്യം എനിക്കോ ധനുഷിനോ വന്നെന്നിരിക്കട്ടെ, ശ്രീ സിദ്ദിഖ് ഏകദേശം 30 മുതൽ 40 ലക്ഷം രൂപ വരെ ചെലവാക്കി. അതായത് ഇവിടെ രാമപിള്ള സാറായിരുന്നു, അവിടെ സുപ്രീം കോടതിയിൽ മുകുൾ രോഹത്തഗിയായിരുന്നു. 3 ഹിയറിങ്ങിനോ മറ്റും വന്നു. അതായത് മുകുൾ രോഹത്തഗിയുടെ ഏറ്റവും കുറഞ്ഞ ഫീസ് ഇട്ടാൽ ദശലക്ഷങ്ങളാണ് പലരും പറയുന്നത്, പോട്ടെ, ഏറ്റവും കുറഞ്ഞ ഫീസ് ഇട്ട് നോക്കിയാൽ പോലും 30-40 ലക്ഷം രൂപ ശ്രീ സിദ്ദിഖിന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറിന്റെ, ഒരു സെക്കൻഡ്, ബർബാദ് ആരാന്നറിയാം? ഒരു പെൺകുട്ടി ഫേസ്ബുക്കിൽ എഴുതി. പെൺകുട്ടിക്ക് എന്താ ചെലവ്? ഫേസ്ബുക്കിൽ എഴുതി. ഇനിയും തിരിച്ച് നാളെ ഞാനോ ധനുഷോ ആണെങ്കിൽ ഞാൻ തമാശക്ക് എന്റെ അമ്മയോടും വൈഫ് ദീപയോടും പറയുകയുണ്ടായി, എനിക്കെതിരെ എങ്ങനെ പരാതി വന്നാൽ 40 ലക്ഷം രൂപ ഒന്നും കളയരുത്, മക്കൾക്ക് കിട്ടാനുള്ളതാണ്. ശ്രീ സിദ്ദിഖിന്റെ മകനും മകന്റെ കുട്ടികൾക്കും ഒക്കെ കിട്ടാനുള്ള 40 ലക്ഷം രൂപയല്ലേ കൊണ്ടുപോയി കളഞ്ഞത്? എന്താ പറ്റിയത്? അപ്പുറത്തൊരു പെൺകുട്ടി ഇരുന്ന് എഴുതി. ഇനി ബാലേന്ദ്ര മേനോൻ സാറിന്റെ കാര്യം, നിവിൻ പോളിയുടെ കാര്യം, ഇതൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞല്ല, കോടതികൾ സ്ഥിരീകരിച്ചതാണ്. നിവിൻ പോളി ആ ദിവസം ഭാഗ്യത്തിന് കൊച്ചിയിലുണ്ടായിരുന്നു. നിവിൻ ദുബായിലായിരുന്നെങ്കിൽ നിവിൻ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. ഇത് നാളെ നമുക്കോ താങ്കൾക്കോ എനിക്കോ വന്നെങ്കിലുള്ള ഒരു സാർ, ഞാനൊരു കാര്യം വളരെ വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു കാര്യം ചോദിക്കാം. ഞാൻ സമൂഹത്തിൽ ഒരുപാട് പുരുഷന്മാരെ കാണുന്ന ആളാണ്, താങ്കൾ ഉൾപ്പെടെയുള്ള പുരുഷന്മാരെ കാണുന്ന ആളാണ്. എന്റെ അറിവിലുള്ള എല്ലാ പുരുഷന്മാരും സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്, സ്ത്രീകളെ അസസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ആ സ്ത്രീക്കുള്ള ബഹുമാനം കൊടുത്ത് ജീവിക്കുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ താങ്കളുടെ നിലപാടിനോട് ഒട്ടും യോജിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. താങ്കൾ വലിയ സപ്ലിമെന്റ് ചെയ്ത് പറഞ്ഞോട്ടെ, രാഹുൽ ഈശ്വറിന്റെ നിലപാടല്ലേ 3 കോടതികളും എടുത്തത്? 3 കേസിലും ആദ്യത്തെ പെൺകുട്ടിയോട് കൺസെന്റോടുകൂടിയാണ് റിലേഷൻഷിപ്പ് ഉണ്ടായത്. രണ്ടാമത്തെ പരാതിയിൽ തന്നെ സംശയമുണ്ട്. മൂന്നാമത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ദിവസത്തിന് 7 ദിവസം കഴിഞ്ഞ് 10,000 രൂപ വിഷു കൈ നീട്ടം അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. രാഹുൽ ഈശ്വറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാന്നുള്ളത്, എന്നോട് ഒരു സുഹൃത്ത്, എന്റെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഫ്ലാറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ലിഫ്റ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലുള്ള ആ ലിഫ്റ്റിൽ അദ്ദേഹം കയറില്ല. ഒരു സ്ത്രീ അതിനകത്തുണ്ടെങ്കിൽ അദ്ദേഹം കയറില്ല. കാരണം ഒരു സ്ത്രീയും ഞാനും മാത്രമായി പോകും അതിനകത്ത്. പക്ഷേ ഇപ്പൊ അതിനകത്ത് CCTV വിഷ്വൽസ് വന്നു, അതുകൊണ്ട് ഞാൻ കയറും. അത് എന്താ പറയാ, അത് സ്ത്രീകളെ അപമാനിക്കലൊന്നുമല്ല. നമ്മുടെ നിയമ സംവിധാനത്തിനെ മനസ്സിലാക്കി സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും ഈ സിദ്ദിഖിന്റെ ഏത് കേസിലായിരുന്നാലും നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, തീ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് ഒരു ചൊല്ലുണ്ടാവുമല്ലോ. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ കാണാത്തൊരു പെൺകുട്ടി, രാഹുലിന് ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടി അങ്ങനെ വന്ന് ഇടുകയല്ലായിരുന്നല്ലോ. ആഫ്റ്റർ ഓൾ ഹീസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം. ഞാനൊരു കാര്യം കൂടി എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കണം. ഇപ്പൊ ഒരു കാര്യം, ഒറ്റ കാര്യം തീ ഇല്ലാതെ പുക ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോ തീ ഇല്ലാതെ പുകയുണ്ടായതല്ലേ നിവിൻ പോളിയുടെ കേസ്? തീ ഇല്ലാതെ പുകയുണ്ടായതല്ലേ ഉമ്മൻചാണ്ടി? നിവിൻ പോളിയുടെ കേസ് എവിടെ? ഞാൻ പറയുന്നത് അതാണ്. അതെ, ഞാൻ പറയട്ടെ. ഇപ്പൊ എനിക്കെതിരെ അല്ല, താങ്കൾ പറഞ്ഞ പോയിന്റ് 40 ലക്ഷം 50 ലക്ഷം മുടക്കിയ കേസുകളാണ്. ഞാൻ പറഞ്ഞ നിവിൻ പോളിയുടെ കേസിൽ നിവിൻ പോളി എന്താണ്? നിവിൻ പോളി അത് ഒറ്റ വാക്കിൽ പൊളിച്ചു കളഞ്ഞു. നിവിൻ പോളി ഒറ്റ വാക്കിൽ നമ്മളെല്ലാവരും. ധൈര്യത്തിൽ മാത്രമല്ല, നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു. നേരെ തിരിച്ച് ആലോചിച്ച് നോക്കുക, നിവിൻ ആ സമയത്ത് ദുബായിൽ ഉണ്ടായിരുന്നെങ്കിൽ നിവിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ തെളിവുകളുണ്ടല്ലോ, തെളിവുകൾ ഒരിക്കലില്ല. ഇത് വലിയ തെറ്റിദ്ധാരണയാണ്. ആദ്യം അറസ്റ്റും പിന്നീട് അന്വേഷണമാണ്. അന്വേഷണം എന്ന് പറഞ്ഞാലും ആദ്യം അറസ്റ്റ് പിന്നീട് അന്വേഷണം.
ആദ്യം അറസ്റ്റാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ പ്രതിച്ഛായ സിനിമ ശ്രീ നിവിൻ പോളിയുടെ ബാലേന്ദ്രമേനോൻ സാർ തന്നെ അഭിനയിച്ചത്. ബാലേന്ദ്രമേനോൻ സാർ എന്നോട് പറഞ്ഞൊരു കാര്യം പറയാം. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ, പുള്ളിക്കെതിരെ വ്യാജ പരാതി വന്നല്ലോ, അത് പുള്ളി എന്നോട് നേരിട്ട് പറഞ്ഞാണ്, എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ രാഹുലെ ഞാനൊരു പക്ഷേ ഇന്ന് ഭൂമിയിൽ കാണില്ലായിരുന്നു. കാര്യം അവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. കാര്യം ബാലേന്ദ്രമേനോൻ വളരെ വൃത്തികേടുകൾ ചെയ്തു എന്ന് ഒരു സ്ത്രീ 12 പേർക്കെതിരെ പരാതി പറഞ്ഞൊരു സ്ത്രീ പറയുകയാണ്. എന്തിന്? നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ 12 അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി 12 ക്യാമറകളുടെ ഫ്രണ്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് തോളി തട്ടിയിട്ട് തമാശ പറയാണ്, എന്നെ കൊടുക്കാൻ നോക്കണ്ട, സ്ത്രീത്വത്തെ അപമാനിച്ചു, ലൈംഗിക അധിക്ഷേപം നടത്തി. എന്തൊരു കള്ളമാണ്. 12 ക്യാമറകൾ അല്ലെങ്കിൽ എല്ലാ ചാനലുകളും ഫ്രണ്ടിലുണ്ട്. അപ്പം ഇത് സ്ത്രീകളിൽ ചിലർ ഒരു ടൂളായി യൂസ് ചെയ്യുന്നു, ഒരു ആയുധമായി. പെട്ടെന്ന് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ്. പുരുഷൻ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, നിന്ന് കൊടുക്കുന്നില്ല, ഇവരറിയുന്ന പോലും ഇല്ല. ആലങ്കാരികമാണ്. ഇനി സാക്ഷാൽ സ്റ്റീഫൻ നെടുമ്പള്ളി, അബ്രാം ഖുറേഷി അബ്രാം പോലും ഒരു പെൺകുട്ടിയുടെ വ്യാജ പരാതിയിലാണ് ജയിലിൽ പോയത്. ലൂസിഫറിലെ ഒരു കഥാതന്തു വെച്ച് പറഞ്ഞേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിനും നിവിൻ പോളിക്കും ശ്രീ ദിലീപിനും, അതായത് സിനിമാ താരങ്ങളിൽ സൂപ്പർ താരത്തോടൊപ്പം നിൽക്കുന്നതാണ്, ഇവർക്കൊന്നും നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് നീതി കിട്ടുമോ? ഇവർക്ക് പോലും നീതി കിട്ടിയില്ലെങ്കിൽ, ഇത്രയും അധികാരമുള്ള, സമ്പത്തുള്ള, സാമൂഹിക ബന്ധങ്ങളുള്ള അവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ സാധാരണക്കാരൻ പെട്ടുപോയില്ലേ? ദിലീപിന്റെ കേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദിലീപിന്റെ കേസിൽ ആ ഒരു കേസ് മാത്രമല്ല, ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദിലീപ് എന്ന് പറയുന്ന ഒരു പോലീസ് വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. എല്ലാം എന്തിനു വേണ്ടിയാണ്? അതിജീവിതയ്ക്ക് വേണ്ടി ഞങ്ങൾ പോരാടുകയാണെന്ന് കള്ളം പറഞ്ഞു. എനിക്ക് അതിജീവിതയെ ബഹുമാനമാണ്. പൾസർ സുനി ജയിലിൽ കിടക്കേണ്ടതാണ് കാര്യം. അതിജീവിത അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം വളരെ സിമ്പിൾ ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, അതായത് താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്, താങ്കളുടെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് താങ്കൾ ഒരു ഗാർഹിക പീഡനം നേരിടുകയാണെന്ന് പറയുമ്പോൾ താങ്കൾ അവളെ റൂം എടുത്തിട്ട് ഞങ്ങൾക്ക് അവിടേക്ക് പോയി സംസാരിക്കാമെന്ന് പറയോ, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാനായിട്ട് ശ്രമിക്കും? ഞാൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ കാര്യങ്ങളോ വെളിപ്പെടുത്താതെ പറയാം. ആ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കൺസെന്റിലൂടെ അല്ലേ ഇത് സംഭവിച്ചത്? അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പോകാമോ? അയാൾ ഒരു MLA അല്ലേ എന്നാണ് എന്റെ ചോദ്യം. എത്തിക്കലി ഡെഫിനറ്റ്ലി ഒരു എത്തിക്കൽ പ്രൊപ്രൈറ്റി എന്നൊരു ചോദ്യം വെക്കാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കൃത്യമായി പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഇല്ലീഗലായ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്തിക്കൽ ഇംപ്രോപ്രൈറ്റിക്ക് വേണ്ടിയാണ്. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇയാളെ ഞാൻ പറയട്ടെ, ഇപ്പോ ഫ്രോഡുലന്റ് കൺസെന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ആരുടെ നേരെ വേണം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ്, അല്ല ഞാൻ പറയട്ടെ, ഞാനൊരു പെൺകുട്ടിയെ ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഞാൻ ആ പെൺകുട്ടിയോട് പറയുകയാണ് വിവാഹം ചെയ്തു കൊള്ളാം. അപ്പോ എനിക്കറിയാം ഞാൻ ഇവളെ വിവാഹം ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അത് ആ പെൺകുട്ടിക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ആ വകുപ്പ് പോലും ഇപ്പൊ ഇല്ലാതാക്കി സുപ്രീം കോടതി. അത് ഞങ്ങളുടെ അടക്കമുള്ള ഒരു വളമെപ്പല്ലാണ്. വിവാഹിതരായ ഒരു പുരുഷനും സ്ത്രീക്കും അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കാനുള്ള സ്കോപ്പ് പോലും സുപ്രീം കോടതി ഇന്ന് ഇല്ലാതാക്കി. ജസ്റ്റിസ് നാഗരത്ന അങ്ങനെ അത് ഇല്ലാതാകുമ്പോൾ സാർ, യഥാർത്ഥത്തിൽ ഇവിടെ ലക്ഷോപലക്ഷം പെൺകുട്ടികൾ, അത് നേരിടേണ്ടി വരുന്ന പെൺകുട്ടികൾ സൈലന്റ് ആവില്ലേ? അതാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരാൾ ചെയ്യുന്ന, ഇപ്പൊ ഞാൻ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോ നമ്മുടെ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സൺഫിലിം ഒട്ടിക്കുന്നത് ഈ നിരോധിച്ചത് വലിയ ചതിയാണ്. കാരണം എത്രയോ ലക്ഷം ആൾക്കാർ കൈക്കുഞ്ഞിനെയൊക്കെ ആയിട്ട് പോകുന്നതാണ്. ഈ സൂര്യന്റെ വെളിച്ചം പിടിച്ച കുട്ടീനെ മുഖം വാടിപ്പോവില്ലേ? അത് എങ്ങനെയാണ് അത് മാറ്റിയത്? അത് കോടതി പറഞ്ഞു, ആരെയെ തട്ടിക്കൊണ്ട് പോയപ്പോ പോലീസിന് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് കോടതി അത് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. ഒരാൾ ചെയ്ത തെറ്റിന് അനുഭവിക്കുന്ന രാജ്യം മൊത്തമുള്ള ജനങ്ങളാണ്. അതുപോലെയല്ലേ ഈ കേസ്? പണ്ട് ചെയ്ത തെറ്റിന് നമ്മൾ എല്ലാ പുരുഷന്മാരും അനുഭവിക്കുകയാണ്. കാര്യം നമ്മൾ എല്ലാ പുരുഷന്മാരും, ഇപ്പൊ ഉദാഹരണം ശ്രീ രഞ്ജിത്തിന്റെ കാര്യം എടുക്കാം. അതായത് ലൈവ് കേസാണല്ലോ, ഇതൊന്നും തിയറി അല്ലല്ലോ, റിയൽ എക്സാമ്പിൾ ആണ്. ശ്രീ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സമയം ഉച്ചയ്ക്ക് 12 മണി. ചുറ്റുമുണ്ടായിരുന്ന 200 പേർ ക്യാരവനിനുള്ളിൽ വെച്ച് അവരൊരു സിനിമാ കാര്യത്തിൽ തർക്കമായി. രഞ്ജിത്ത് സാർ ചൂടായി സംസാരിച്ചു, ബഹളം വെച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. കുറച്ചു കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം സിനിമയെല്ലാം പൂട്ടിക്കെട്ടിയതിനു ശേഷം ശ്രീ രഞ്ജിത്തിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. നോട്ടീസ് കൊടുത്തില്ല. ഒരുപക്ഷെ മാധ്യമപ്രവർത്തന രീതി താങ്കൾക്ക് അറിയായിരിക്കും. നമ്മൾ ഒരു പോലീസുകാരെ വിളിക്കണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്താൽ പുള്ളി കോടതിയിൽ പോകും. അതുകൊണ്ട് എന്ത് ചെയ്തു? നോട്ടീസ് കൊടുക്കാവുന്ന അറസ്റ്റ് ചെയ്തു. ഇത് നമ്മുടെ നാട്ടിൽ നാളെ ആരെയും കൊടുക്കാൻ വേണ്ടി ഇത് ചെയ്യാം, താങ്കളെയും എന്നെയും നമ്മുടെ മക്കളെയും. അതുകൊണ്ടാണ് കൃത്യമായി ഞങ്ങൾ പറയുന്നൊരു കാര്യം, നമ്മുടെ അച്ഛനും പുരുഷനും സഹോദരനും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ അച്ഛനും നമ്മുടെ സഹോദരനും നമ്മുടെ മകനും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഇവർ ജയിലിൽ പോയാൽ എന്ത് പറ്റും? ജോലി പോവും, ശമ്പളം പോവും, അഭിമാനം പോവും, എന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കുറ്റക്കാരനാവും. ഇപ്പൊ ശ്രീ മുകേഷ് എന്നൊരു ഇൻഫ്ലുവൻസർ കണ്ടിരുന്നോ അറിയില്ല, മുകേഷ് ബ്രാൻഡ്. ശ്രീ മുകേഷ് പോക്സോ കേസിൽ പ്രതിയാണ്. മുകേഷിനെ ഈ പരാതി കൊടുപ്പിച്ച പയ്യൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ചെയ്ത് ശരിയാണോ? ചേട്ടാ ഞങ്ങൾ തമ്മിൽ കുറച്ചു കാലമായിട്ട് റൈവലറിയാണ്. ഞാൻ പറഞ്ഞു, നീ കണ്ടന്റിൽ അടികൂട്, പോക്സോ കേസ് കൊടുത്താണോ അടികൂടുന്നത്? അവസാനം മുകേഷിന്റെ കേസിൽ കോടതി അനധിസാധാരണമായി മുകേഷിനെതിരെയുള്ള പോക്സോ ചാർജ് എടുത്ത് കളഞ്ഞു.
മുകേഷ് ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയതാണ്. ആ പെൺകുട്ടി മുകേഷിനോട് 5000 10,000 രൂപ ചോദിച്ചു. അതായത് ആ കുട്ടിയുടെ അച്ഛന് വയ്യ. മുകേഷിന് എന്ത് ചെയ്യാൻ പറ്റും? മുകേഷ് പറഞ്ഞു, നിന്റെ അച്ഛന് വയ്യെങ്കിൽ ഞാൻ എന്തിനാ കാശ് തരുന്നത്? ഈ പെൺകുട്ടി മുകേഷ് അയച്ച വോയിസ് നോട്ട് കിടപ്പുള്ളതുകൊണ്ട് മുകേഷ് ജയിലിൽ പോയില്ല. ഇനി നമ്മുടെ മുകേഷ് ഏട്ടൻ, നമുക്ക് എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടനും മുകേഷ് ഏട്ടനുമാണ് കോമിക് ടൈമിംഗ്. മുകേഷ് ഏട്ടൻ ഒരിക്കൽ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു മുകേഷ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ആ മുകേഷ് പറയൂ, വളരെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട്. രാഹുൽ മുകേഷ് ആണ്. പറഞ്ഞോളൂ. യൂഷ്വലി രാഹുൽ ജി എന്നൊക്കെയാണല്ലോ ആൾക്കാർ വിളിക്കുന്നത്. പിന്നെ ഞാൻ മുകേഷ് MLA ആണ്. ഞാൻ പറഞ്ഞു ചേട്ടാ സോറി, ഞാൻ മനസ്സിലായി, എന്നെ ഒന്ന് കാണാൻ വരുമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താ അറിയോ? അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു സ്ത്രീ വിളിച്ചിട്ട്, ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല, പിന്നീട് അവർ പോക്സോ കേസിൽ അറസ്റ്റിലായി. ഈ സ്ത്രീ വിളിച്ചിട്ട് മുകേഷ് എന്നോട് 10 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, എത്രയോ ലക്ഷം രൂപ, 10 ലക്ഷം തൽക്കാലം ഇരിക്കാം, എത്രയോ ലക്ഷങ്ങളാണ്, 10 ലക്ഷം രൂപ തരണം. ഭൂഷൺ ചോദിച്ചു, ആദ്യം വെച്ച് തമാശയാണ്, പ്രാങ്ക് ആണ്. ഭൂഷൺ ഞാൻ എന്തിനാ തരുന്നത് നിങ്ങൾക്ക്? ചേട്ടാ എന്റെ മോള് എവിടെയോ അഡ്മിഷൻ എടുക്കണം. ഭൂഷൺ പറഞ്ഞു, നല്ല കാര്യമാണ് മോളെയൊക്കെ പഠിപ്പിക്കുന്നത്, പക്ഷെ ഞാൻ എന്തിനാ കാശ് തരുന്നത്? ചേട്ടാ എന്റെ കാശില്ല, ചേട്ടൻ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കും. അതുകൊണ്ട് എന്ത് പറ്റി? ശ്രീ മുകേഷിന് പിന്നീട് വെളിയിറങ്ങി നടക്കാൻ പറ്റാതായി. കോടതി അടക്കം ശ്രീ മുകേഷിന് അനുകൂല പരാമർശം കൊടുത്തു. അവിടെയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ശ്രീ പിണറായി വിജയന്റെ നട്ടല് കണ്ടത്. മാധ്യമങ്ങളും ശ്രീ മുകേഷിന്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടി. ശ്രീ രാഹുൽ ഈശ്വർ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊക്കെ വലിയ സെലിബ്രിറ്റീസ്, വലിയ വലിയ ആൾക്കാരുടെ കേസുകൾ, സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയ വലിയ കേസുകളാണ്. ഇതൊന്നും അറിയപ്പെടാതെ ചതഞ്ഞരിഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ടുഡേ ദ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ സ്റ്റേറ്റ്സ് ദാറ്റ് വയലന്റ് ക്രൈംസ് അഗൈൻസ്റ്റ് വുമൻ ഇൻക്രീസ്ഡ് by 6.4% in 2012 and a crime against women is committed every 3 minutes. ഒരു യുവതി ഓരോ 3 മിനിറ്റിലും നമ്മുടെ രാജ്യത്ത് ഓരോ പീഡനത്തിന് ഇരയാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ എ സർവേ കണ്ടക്ടഡ് ബൈ ഇന്റർനാഷണൽ സെന്റർ ഫോർ റിസർച്ച് ഓൺ വുമൻ, 65% of the men stated that women deserve to be beaten up from time to time and should tolerate all forms of violence in order to keep the family together എന്നാണ് പറയുന്നത്. 65% പുരുഷന്മാര് പറയാണ്. ആ 65% 100% തെറ്റാണ്, സംശയമൊന്നുമില്ല. ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, ഈ പുരുഷന്റെ ഏതെങ്കിലും കണക്ക് ഇതേപോലെ എടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തൊരു കണക്ക് ഞാൻ പറയാം. നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയിട്ട് ഏകദേശം 20 മിനിറ്റായി. ഈ 20 മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യയിൽ 4 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തു, 2 സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തത്. ഓരോ 4.5 മിനിറ്റ് ഈ 20 മിനിറ്റിനിടയിൽ NCRB കണക്ക് പ്രകാരം ഓരോ 4.5 മിനിറ്റിലുമാണ് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ 4.5 മിനിറ്റ്, ഓരോ 11 മിനിറ്റിലുമാണ് സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. വെറുതെ NCRB റേറ്റ്സ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പം പുരുഷനും പ്രശ്നങ്ങളുണ്ട്, അത് പറയാനും സ്പേസ് വേണം. നമ്മൾ പറയുന്ന ഏക പോയിന്റ് എന്താ? സ്ത്രീക്ക് കൊടുക്കുന്ന യാതൊരു അവകാശങ്ങളും എടുത്ത് കളയരുത്. സ്ത്രീക്ക് കൂടുതൽ പരിഗണന കൊടുക്കണം, സ്ത്രീക്ക് മുൻഗണന കൊടുക്കണം. പക്ഷേ പുരുഷനെതിരെ വരുന്ന വ്യാജ പരാതികൾക്ക് ഒരു ഡിഫൻസിന്റെ സ്പേസ് കൂടി ഉണ്ടാകണം. ഉദാഹരണം, പുരുഷന്റെ പേര് പറയാതെ ആരോപിതൻ എന്ന് പറയുക. അവൻ നാളെ കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞ അവനെ പൊങ്കാല ഇട്ടോളൂ, കല്ലെറിഞ്ഞോളൂ. കുറ്റക്കാരെന്ന് പറയുന്നത് വരെ അവനില്ലാത്തൊരു കാര്യമല്ല. ഇനിയും ഞാനത് കഴിഞ്ഞിട്ട് പേര് പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, പേഴ്സണലി പേര് ഇത് പറയുന്നില്ല. ഹേമ കമ്മിറ്റി വന്ന 2-3 പ്രധാന നടന്മാർ, ഓരോ നടന്മാരോടും 5 ലക്ഷവും 10 ലക്ഷവും വെച്ചൊക്കെയാണ് ഈ അഡ്വക്കേറ്റ്സ് ജാമ്യം എടുക്കാൻ മേടിച്ചത്. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? 25,000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ കിട്ടുന്ന ജാമ്യമാണ്. അവര് അഡ്വക്കേറ്റ്സ് എന്ന് പറയും, വലിയ സന്ദർഭമാണ്, അറിയാലോ, പോലീസുകാരെ വിളിച്ചാൽ നാണക്കേടാവും, അടുത്ത പോയിട്ടില്ല. ആ സമയത്ത് ഈ പാവങ്ങളെ പേടിപ്പിക്കും. അങ്ങനെ ഒരു പ്രമുഖ ആള് 15 ലക്ഷം രൂപ കൊടുത്ത്, ചിരിച്ചോണ്ട് അദ്ദേഹത്തിന്റെ വിഷമത്തിൽ ചിരിക്കുകയല്ല, ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എന്തിനാണ് ചെയ്തത്? ഞങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എടുത്തു തരായിരുന്നല്ലോ. ആ നിമിഷത്തെ ടെൻഷൻ, ഇവരെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത്? ശ്രീ സിദ്ദിഖ് എന്തിനാ 40 ലക്ഷം രൂപ ആയിരുന്നു? ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളി ഇപ്പം കോടതി വെറുതെ വിട്ടു, അല്ലെങ്കിൽ കോടതി നിരപരാധിയാന്ന് പറഞ്ഞു. 2 ആഴ്ച മുമ്പാണെങ്കിൽ എൽദോസ് MLA ആണ്. 2 ആഴ്ച മുമ്പാണെങ്കിൽ എൽദോസ് MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ്, ആ വ്യാജ പരാതികളോ അല്ലെങ്കിൽ കോടതി ഇപ്പോൾ രാഹുലിന് അനുകൂലമായി പരാമർശം കൊടുത്ത് ജാമ്യം കൊടുത്തിരിക്കുന്ന പരാതികളോ വന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ കേസ് ചെയ്യുന്നവർ രാഹുൽ മന്ത്രിയാവുമായിരുന്നു. രാഹുൽ മന്ത്രിയാകേണ്ട മന്ത്രിസഭയാണ് ഈ പോകുന്നത്. എനിക്ക് രാഹുലിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ അത് പോയത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധാർമ്മികമാണ്, അത് എത്തിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇല്ലെന്ന് ആരും പറയില്ല. പക്ഷേ ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 50 അല്ല 70% എത്തിക്കലാണ് സാർ. ഒരു MLA ആണ് സാർ, അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ ഇനി 2 മാരീഡ് ആയി സ്ത്രീകളോട് കൺസെന്റോടല്ലേ ബന്ധം. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. എനിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് എനിക്ക് ഒരു വരി കൂടെ തരണം. ഞാനും രാഹുൽ ഇരുന്ന് പരസ്യമായി ചാനലുകളിൽ അടികൂടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ശ്രീ വിനുവിന്റെ ചർച്ച ചെയ്തപ്പോൾ രാഹുൽ എന്നെ വിളിച്ചത്, അർണബ് ഗോസ്വാമി നോർത്തിൽ വിഷമാണ്, രാഹുൽ ഈശ്വർ സൗത്തിൽ വിഷമാണ്, രാഹുൽ അല്ല. ഇപ്പോഴും ആശയപരമായ വ്യത്യാസമാണ്. പുള്ളി മറ്റേ നെഹ്റൂവിയൻ ലെഫ്റ്റ് ആണ്, നായരാണ്, പക്ഷെ നെഹ്റൂവിയൻ ലെഫ്റ്റ് ആണ്. പക്ഷെ ഞാൻ കുറച്ച് ഗാന്ധിയൻ റൈറ്റ് ആണ്. പുള്ളി പറഞ്ഞു രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണ്, അതായത് സീക്രട്ട് സംഘിയും മറ്റുമാണ്, ഇവനെ എങ്ങനെങ്കിലും മറ്റേ കേരളത്തിൽ സ്ലോ പോയിസൺ കലക്കുന്നവരാണ്. ഞാൻ രാഹുൽ അടിയായിട്ടുണ്ട്. ഇനി ഒരു കൗതുകം കൂടെ ഉണ്ട്. എനിക്കെതിരെ പറഞ്ഞ വീഡിയോ രാഹുൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഷെയർ ചെയ്തിട്ട് വരെയുണ്ട്.
പിന്നെ രാഹുലും ഞാനും കൂടെ മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിൽ പങ്കെടുത്തപ്പം ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ അറിയാവോ, രാഹുലിനോട് അനീതി കാണിക്കുന്നത് ശ്രീ മുകേഷിനോട് അനീതി കാണിക്കുന്നത്, ശ്രീ സുരേഷ് ഗോപിയോട് അനീതി കാണിക്കുന്നത്, ശ്രീ എൽദോസിനോട് അനീതി കാണിക്കുന്നത്, ഇൻജസ്റ്റിസ് എനിവെയർ ഇസ് എ ത്രെറ്റ് ടു ജസ്റ്റിസ് എവരിവെയർ. എവിടെ അനീതി ഉണ്ടായാലും എല്ലാ സ്ഥലത്തെയും നീതിക്ക് അത് ബാധകമാണ്. കാര്യം നാളെ നമ്മുടെ മക്കളെയും സഹോദരങ്ങളെയും ഇത് ബാധിക്കും. അവര് ജയിലിൽ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങളിൽ അവർക്ക് അതിനുള്ള ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കണം സാർ. നിയമം ശക്തിപ്പെടുത്താൻ പറയണം. അല്ലാതെ ഈ പരാതി വരുമ്പോൾ യുവതികളെ അപമാനിക്കാൻ നമുക്ക് എന്താണ് അധികാരം? ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്കത് ഒരു പീഡന പരാതി വന്നു കഴിഞ്ഞാൽ ആ യുവതിയുടെ പേരോ മുഖമോ ഒന്നും പുറത്ത് വിടരുത് എന്നുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാരണം പുറത്ത് വിടരുത്. അപ്പൊ ആ യുവതിയെ അറിയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ അത് വ്യാജ പരാതിയാണെന്ന് ഞാൻ തെളിയിക്കും. അത് എന്റെ ഡ്യൂട്ടിയാണ്. അത് തെളിയിക്കേണ്ടത് എന്റെ ഡ്യൂട്ടി. തെളിയിക്കുന്നവർ അറസ്റ്റിലായാലോ, ഒരു ജോലിക്ക് വർക്ക് ചെയ്യാതിരിക്കട്ടെ, ടെക്നോ പാർക്ക് വർക്ക് ചെയ്യാതിരിക്കട്ടെ, ഗവൺമെന്റ് ജോലിക്ക് വർക്ക് ചെയ്യാതിരിക്കട്ടെ, ജോലിയിൽ നിന്ന് സസ്പെൻഡഡ് ആവില്ലേ? ശമ്പളം ഇല്ലാതാവില്ലേ? വീട്ടിൽ നമ്മളെ കാത്തു കഴിയുന്ന അച്ഛനോ അമ്മയോ, പ്രായമായ അച്ഛനോ അമ്മയോ കാണും, ഭാര്യയോ സഹോദരിയോ കാണും, കുട്ടികൾ കാണും. ഇവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഇതൊക്കെയാണ് പ്രശ്നം. നമ്മുടെ ഒരു വളരെ നമ്മുടെ ഫേമസ് ആയ ഒരു സിനിമാ സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ ആയ ഒരാൾ, അത് പറഞ്ഞില്ല, പുള്ളി ജോർജിയയെ പോയിട്ട് എന്നെ വിളിച്ചു. അതായത് ഇന്ത്യയിലൊന്നും നിന്നില്ല, പുള്ളി ജോർജിയയെ പോയിട്ട് എന്നെ വിളിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, അതായത് വ്യാജ പരാതിയായിരുന്നു, പിന്നീട് തെളിഞ്ഞു, ആരാന്ന് മനസ്സിലായി കാണും. വളരെ പേരും കൂടെ പറഞ്ഞു തന്നെ പോകാം, പേര് പറഞ്ഞില്ല. ശ്രീ വിജയബാബുവിനെ പോലുള്ള പ്രഗത്ഭനായ ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ഇത് വല്ലതും കേട്ട് വിഷമം വന്നാൽ, എന്റെ അമ്മ എന്തെങ്കിലും പറ്റിയാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ പുള്ളിയോട് വളരെ കോൾഡ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. സാർ ഞാൻ കാര്യം പറയട്ടെ, ഈ വ്യാജ പരാതി എന്ന് എന്ത് അടിസ്ഥാനത്തിൽ വിജയ് ബാബു ആ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആ ഏർപ്പെടുന്നത് വിജയ് ബാബു വിജയ് ബാബുവിന് ഒരു ഫാമിലി ഉണ്ട് സാർ. വിജയ് ബാബുവിന് ഒരു ഭാര്യയുണ്ട്. ഒരു വിജയ് ബാബുവിന് ഒരു ഭാര്യയില്ലേ? വിജയ് ബാബുവിന് മക്കളില്ല. കോടതി ചോദിച്ച ചോദ്യമാണ്. അല്ല, ഇത് വിജയ് ബാബുവിന് അറിയില്ലേ? ഇത് വിജയ് ബാബുവിന് അറിയില്ലേ? ആയിക്കോട്ടെ, അവിടെയാണ് ധാർമ്മികതയുടെ ചോദ്യം വരാം. എന്നാ പിന്നെ ആ പെൺകുട്ടിക്ക് അറിയില്ലേ? ആ പെൺകുട്ടി മാലാഖയും നമ്മുടെ വിജയബാബു ടി.ജി. രവി ആവുന്ന എങ്ങനെയാണ്? അല്ല, ആ പെൺകുട്ടി മാലാഖ അല്ല എന്ന് വെച്ചോളൂ. ഇപ്പൊ ഞാൻ ആ പെൺകുട്ടിയോട് പറയുന്നില്ല, ആ പെൺകുട്ടി മാലാഖ അല്ല എന്ന് വെച്ചോളൂ. മാലാഖ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് വിജയ് ബാബു എന്തിനാണ് പോയതെന്ന് എന്റെ ഒരു ചോദ്യം ചോദിച്ചാൽ താങ്കൾ എന്തുത്തരം പറയും? ഒരു ബന്ധമുണ്ടായിരുന്നു, റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ആ ബന്ധം പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ ബന്ധം ഇല്ലാതായാൽ ഇത്തരത്തിലുള്ള കേസുകൾ വരില്ല. അവരുടെ ഫാമിലി ആ റിലേഷൻഷിപ്പ് തെറ്റിയ വ്യാജ പരാതിയാണോ കൊടുക്കുന്നത്? എന്ത് റിലേഷൻഷിപ്പ്? കുടുംബ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് വേറെ എന്ത് റിലേഷൻഷിപ്പ്? അല്ലല്ല, ഈ പെൺകുട്ടിക്ക് താങ്കൾ ഫാമിലി ആയിട്ട് രണ്ട് കുട്ടികളുമായിട്ട് താമസിക്കുന്ന ഒരാളാണല്ലോ. ഒരു സെക്കൻഡ്, ഈ ലോജിക്ക് പറഞ്ഞല്ലോ. എന്നാ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ മാരീഡ് ആയ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞില്ല? അവർക്ക് എന്തിനാ ഈ പ്രിവിലേജ്? അവർ മാരീഡ് ആയിരുന്നു. രാഹുൽ മാങ്കൂട്ട ആ പെൺകുട്ടി ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി പരാതി പറയാൻ പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പുരുഷനെ കുറ്റപ്പെടുത്താൻ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പുരുഷനെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ സ്ത്രീകൾ മുഴുവൻ രാക്ഷസികളാണെന്ന് ചിത്രീകരിച്ചോളൂ. അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് മാലാഖമാരായിട്ടുള്ള നിങ്ങൾ പുരുഷന്മാർ പോകുന്നത്? അതാണ് എന്റെ ചോദ്യം. ഏക കാര്യം എന്താ, ഇതിനൊരു സെൻസ് ഓഫ് ബാലൻസ് വേണം. ഇതിൽ ഇല്ലീഗലായി എന്തെങ്കിലും നടന്നു, ഫോഴ്സ് ഉപയോഗിച്ചു, ഒരാളെ വൂണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരാളെ ഫിസിക്കലി ഹേർട്ട് ചെയ്തു, 100% തെറ്റും, അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോകേണ്ടതുമാണ്. പക്ഷേ കൺസെന്റോട് ബന്ധത്തിൽ ഏർപ്പെട്ട് 3 വർഷമോ 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞ് കൺസെന്റ് ഇല്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമുള്ളത്? റെട്രോസ്പെക്റ്റീവായി മുൻകാല പ്രാബല്യത്തോടെ കൺസെന്റ് പിൻവലിക്കാൻ പറ്റില്ല. അതെങ്ങനെ പറ്റും? എന്നാ പിന്നെ ഏതെങ്കിലും കേസ് നിൽക്കൂ. ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പറഞ്ഞ കൗതുകമുള്ള സാധനം എന്താ അറിയോ? 7 8 പ്രാവശ്യം ബന്ധം നടന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു തവണ, 4ാമത്തെ 5ാമത്തെ തവണ നടന്ന ബന്ധത്തിൽ കൺസെന്റ് ഇല്ല. ഇതാണ് ആ പെൺകുട്ടി പരാതി പറയുന്നത്. ബാക്കി എല്ലാ സമയത്തും കൺസെന്റ് ഇല്ലെങ്കിലും കൺസെന്റ് ഇല്ല എന്ന് തന്നെയല്ലേ അർത്ഥം? അങ്ങനെയല്ലേ നമ്മൾ നിയമം പറയുന്നത്? അപ്പൊ താങ്കൾ അതിനെ ലഘൂകരിച്ച് പറയുന്നത് എന്താണ്? ഇപ്പൊ സ്വന്തം ഭാര്യ ആയാൽ പോലും ഒരു തവണ കൺസെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ കൺസെന്റ് ഇല്ല എന്നല്ലേ അർത്ഥം? അല്ല, അതിനുശേഷം അപ്പം പിന്നെ കൺസെന്റോടെ ബന്ധപ്പെട്ടോ? അപ്പൊ പെൺകുട്ടിക്ക് കൺസെന്റ് ഉണ്ടായി കാണും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ലേ സ്ത്രീകൾ ഈ പെൺകുട്ടി എന്താ അപ്പം കംപ്ലൈന്റ് ചെയ്യാത്ത? അപ്പൊ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ? കൺസെന്റ് ഉണ്ടെന്ന് ഏതെങ്കിലും ഫോമിൽ എഴുതി മേടിക്കാൻ പറ്റൂ? കൺസെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നതിന് എങ്ങനെയാ? ഇതിനെക്കുറിച്ചാണ് വാശി എന്ന സിനിമ, നമ്മുടെ ടോവിനോയും കീർത്തിയുമാണ് നല്ല രീതിയിൽ ആ സിനിമ എടുത്തിട്ടുണ്ട്. വാശി എന്ന സിനിമയെ കാണി. അപ്പം ഗ്രേ ഏരിയാസ് ഉണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. നമ്മൾ പറയണത് എന്താ? പുരുഷന്റെ കൈയും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയരുത്. അവനും കൂടി സേഫ് സ്പേസസ് വേണം. അറ്റ്ലീസ്റ്റ് ആരോപിതൻ എന്ന് വിളിക്കണം. ഫൈനൽ കോടതി വിധി വന്നോട്ടെ. ഇനി ഒരു കാര്യം കൂടെ ധനുഷി ശ്രദ്ധിച്ചു കാണും, ഈ കേസുകൾ ഒന്നും കോടതി ജയിക്കാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. നെയിം ആൻഡ് ഷെയിം, മീഡിയയിൽ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? അങ്ങനെ ചെയ്യുമ്പോ കേസിനോട് ആത്മാർത്ഥമില്ല. ഇപ്പൊ ഷിംജിത കാരണം ദീപക് മരിച്ചു.
ഷിംജിത വീഡിയോ എടുത്തു. എന്തുകൊണ്ടാണ് വീഡിയോ തെറ്റാന്ന് നമ്മൾ പറയുന്നത്? ആ വീഡിയോ എടുത്ത് പോലീസിന്റെ കൊടുത്ത് ആരും തെറ്റാന്ന് പറയില്ല. വീഡിയോ എടുത്ത് യൂട്യൂബിലാണ് ഇട്ടത്, വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലാണ് ഇട്ടത്. വീഡിയോയിലൊന്നും ഇല്ലായിരുന്നല്ലോ. ആ വീഡിയോയിലൊന്നും ഇല്ലായിരുന്നു. ആ വീഡിയോയിൽ എന്നിട്ട് പോലും പാവം ദീപകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ആരും സപ്പോർട്ട് ചെയ്യാനില്ല എന്ന പുരുഷന്റെ അനാഥ ബോധത്തിലാണ്. ഇല്ലെങ്കിൽ എന്തിനാ ദീപക് ആത്മഹത്യ ചെയ്യുന്നത്? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ദീപകന്റെ ഫാമിലിക്ക് 3.25 ലക്ഷം രൂപ അടുപ്പിച്ച് നമ്മൾ അത് ഞാൻ താങ്കളെ വളരെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്ക് താങ്കളൊക്കെ ഒരു കൈ തരണമെന്ന് തോന്നിയ ഒരു വിഷയമാണ്. അത് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു താങ്കളെ. അത് വളരെ നല്ലൊരു സംഭവമായിരുന്നു. പോകുമ്പോഴാണ് നമുക്ക് ആ വിഷമം അറിയുന്നത്. കാര്യം അതിന് ആ അമ്മ പറയുന്ന ഒരു സംഭവം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. മോനെ ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു. റിയൽ പ്രശ്നങ്ങളാണ്. അതായത് ദീപക് ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു മരിക്കുന്നതിന് 2 ദിവസം മുമ്പ്. 2 ദിവസം കഴിഞ്ഞ് ഗ്യാസ് ഒരു എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല. എന്ത് ചെയ്യാൻ? അപ്പൊ അവിടെ ഞങ്ങൾ പറയുന്നത് 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ദീപകിനെ പോലുള്ളവർക്ക് പോരാടാനൊരു സ്പേസ് കൊടുക്കണം. പോരാടാനൊരു സ്പേസ്, കാര്യങ്ങൾ. ചാണ്ടി സാറിന് പോലും നീതി കിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയുന്നത് അറിയോ? എല്ലാവർക്കും അറിയായിരുന്നു കള്ളമാണ്. ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്ന മാധവൻകുട്ടി സാറ് പോലും പിന്നീട് എഴുതി, ഞാൻ ദേശാഭിമാനിയുടെ എഡിറ്റർ ആയതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും പറയാത്തത്, എനിക്കറിയായിരുന്നു ഇത് വ്യാജ പരാതിയാണ്. ഒരു മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ആ സിനിമ ഉണ്ടോന്ന് അറിയില്ല, പ്രതിച്ഛായ നന്നായി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ അല്ലെങ്കിൽ ബാലേന്ദ്ര മേനോന്റെ കൊച്ചുമോള് വന്ന് പക്ഷേ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കേസ് ഒന്നും വെച്ച് നോക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരിക്കാൻ പറ്റില്ല കേട്ടോ. ഉമ്മൻചാണ്ടി വളരെ സംശുദ്ധനായിട്ടുള്ള മനുഷ്യനായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഒരു എംഎൽഎ ആയിരുന്നിട്ട് ചെയ്ത കാര്യമാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, വെറും വ്യാജ പരാതിയും കേസിന്റെ പശ്ചാത്തലമാണ്. ഓരോ കേസും ഓരോ ലെയറാണ്, ഓരോ തരമാണ്. അവിടെയാണ് നേരത്തെ സാർ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എനിക്ക് അതിൽ വിയോജിപ്പുകളൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ന്യൂസ് കിട്ടിയാൽ അത് സെൻസേഷണൽ ആക്കുന്ന മാധ്യമങ്ങളാണ്. അവർക്കൊരു കൺട്രോൾ വേണം ഈ കാര്യത്തിൽ. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ ഈ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസം TRPയിൽ ടോട്ടിക്കാവുന്ന ശ്രദ്ധ. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ വിഷയം എടുക്കാം. ഉമ്മൻചാണ്ടി ഒരു മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോ നമുക്കറിയാലോ ബിൽ ക്ലിന്റന്റെ കേസ് എന്താണ്, ഇപ്പോഴും നമ്മൾ ജേർണലിസത്തിൽ പഠിക്കുന്ന സംഭവമാണ് ബിൽ ക്ലിന്റന്റെ വാർത്തയും കേസും. അപ്പൊ സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടിയുടെ ആ വിഷയം വന്നപ്പോ മാധ്യമങ്ങൾ CD എടുക്കാൻ ഓടുന്നു. ഉമ്മൻചാണ്ടിക്ക് മറ്റേ ആ പെൺകുട്ടി എന്തൊക്കെയോ ചെയ്തു കൊടുത്തു എന്ന് വാർത്തകൾ പടച്ചുവിടുന്നു. അങ്ങനെ ആഘോഷമാക്കിയത് മാധ്യമങ്ങളാണ്. അപ്പോ എന്തുകൊണ്ടാ ഇവർക്ക് ഒരു കടിഞ്ഞാണ്? ഈ കടിഞ്ഞാണ് ഏക പോസിബിലിറ്റി ഉള്ളൂ. കോടതി പറയണം. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് പറഞ്ഞു. ഞങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ബേസിലായിട്ടല്ല ചെയ്യുന്നത്. കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 10 സെപ്റ്റംബർ 2024 നമ്മൾ അതിന്റെ ഇതും എടുത്തിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എഴുതിയിട്ടുണ്ട്, അക്യൂസ്ഡ് ഓൾസോ ഹാവ് എ റൈറ്റ് ടു പ്രിവസി. ആരോപിതനും സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. അവൻ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ പേര് വെളി വരണം. പക്ഷേ തെറ്റുകാരനാണെന്ന് കോടതി വിധിച്ചതിന് ശേഷം മാത്രം. അപ്പോൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പോയിന്റ്, ഇങ്ങനൊരു ലീഗൽ റിഫോം വേണം. പെൺകുട്ടിയെ അതിജീവിത എന്ന് മാത്രമേ വിളിക്കാവൂ. കാര്യം അതിജീവിത എന്ന വാക്ക് സേക്രഡ് ആണ്. അത് ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി കോടതികളടക്കം കൊടുത്തതാണ്. ഒരു ഇമ്പോർട്ടന്റ് വാക്കാണ്. അതേപോലെ ആരോപിതൻ, അതിജീവിത വേഴ്സസ് ആരോപിതൻ. തെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുരുഷന്റെ പേര് വെളി വരാം. വ്യാജ പരാതിയാണെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ പേരും വെളി വരാം. ഈ സ്പേസ് നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ ആണുങ്ങൾ മുഴുവൻ ഈ വ്യാജ പരാതിയിൽപ്പെട്ട് ഇല്ലാതായി പോകും.